ചരിത്രപ്രധാനമായ രാജകീയ നിമിഷത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് സ്പെയിൻ. ഏകദേശം 150 വർഷത്തിനിടെ ആദ്യമായി രാജ്യം ഭരിക്കാനായി ഒരു രാജ്ഞിയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ലിയോണോർ എന്നാണ് 20 വയസ്സുള്ള ജെൻസി രാജകുമാരിയുടെ പേര്. 1800കളിൽ അവസാനമായി ഭരിച്ച ഇസബെല്ല രാജ്ഞിയുടെ പാത പിന്തുടർന്നാണ് സ്പെയിനിലെ രാജാവ് ഫെലിപ്പ് ആറാമന്റെയും രാജ്ഞി ലെറ്റിസിയയുടെയും മൂത്ത മകളായ ലിയോണർ ആ പദവിയിലേക്ക് നടന്നെടുക്കുന്നത്. 2005 ഒക്ടോബർ 31 മാഡ്രിഡിലാണ് ലിയോണോറിന്റെ ജനനം. ജനന സമയത്ത് സ്പെയിനിലെ ഏറ്റവും ഉയർന്ന രാജകീയ പദവിയായ അസ്റ്റൂറിയാസിലെ രാജകുമാരി എന്ന പദവി ലഭിച്ചിരുന്നു. രാജപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് തന്നെ ലിയോണോറിന്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അതിന് പറ്റുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. സ്പെയിനിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലിയോണോർ വെയിൽസിലെ UWC അറ്റ്ലാന്റിക് കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത്. ഭരണഘടനാ മൂല്യങ്ങൾ, നയതന്ത്രം, ആഗോള കാര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ലിയോണോറിന്റെ പഠനമെല്ലാം. ബഹുഭാഷാ പ്രാവീണ്യമുള്ള രാജകുമാരി കൂടിയാണ് ലിയോണർ. സ്പാനിഷിന് പുറമെ കറ്റാലൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക്, മാൻഡറിൻ എന്നീ ഭാഷകളിലും ലിയോണർ പരിജ്ഞാനം നേടിയിട്ടുണ്ട്. ഇത് ഭാവിയിൽ ലോക നേതാക്കളോട് സംസാരിക്കാനുള്ള പരിശീലനം കൂടിയായിരുന്നു എന്നും പറയാം. ഭാവി രാജാധികാരി സായുധ സേനയുടെ എല്ലാ ശാഖകളിലും പരിശീലനം നേടിയിരിക്കണമെന്നത് സ്പാനിഷ് നിയമമാണ്. അതിനാൽ ചെറിയ പ്രായത്തിൽ തന്നെ ലിയോണോർ 3 വർഷം നീണ്ട കരസേനാ പരിശീലനവും നാവിക പരിശീലനത്തിന്റെ ഭാഗമായി ജുവാൻ സെബാസ്റ്റ്യൻ ഡി എൽക്കാനോ എന്ന പരിശീലന കപ്പലിൽ 140 ദിവസവും 17,000 മൈലും നീണ്ട യാത്രയും നടത്തി. 2025 ഡിസംബറിൽ പിലാറ്റസ് PC-21 വിമാനത്തിൽ തന്റെ ആദ്യ സോളോ ഫ്ലൈറ്റ് രാജകുമാരി പൂർത്തിയാക്കി. ഒരു സ്പാനിഷ് രാജകുടുംബത്തിൽ നിന്നും ഒരു വനിതയ്ക്ക് ഇത് സാധ്യമാകുന്നത് ആദ്യമായിട്ടായിരുന്നു. 13ാം വയസ്സിൽ വേദിയെ അഭിമുഖീകരിച്ച് സംസാരിച്ചു തുടങ്ങിയ ലിയോണർ 15ാം വയസ്സ് മുതൽ തനിച്ച് പൊതുപരിപാടികളിലും പങ്കെടുക്കാനും തുടങ്ങിയിരുന്നു. 13ാം വയസ്സിൽ ശാസ്ത്രം, സംസ്കാരം, പൊതുസേവനം എന്നിവയിലെ നേട്ടങ്ങളെ അംഗീകരിക്കുന്ന വാർഷിക പരിപാടിയായ പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് അവാർഡ് ദാന ചടങ്ങിനിടെയാണ് ലിയോണർ ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. കൂടാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സ്പെയിനിന് പുറത്തുള്ള രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. മുത്തച്ഛനായ ജുവാൻ കാർലോസ് ഒന്നാമൻ അഴിമതികൾക്കിടയിൽ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് അവരുടെ പിതാവ് രാജാവ് ഫെലിപ്പ് ആറാമൻ 2014 സിംഹാസനം ഏറ്റെടുത്തത്. സ്പാനിഷ് സിംഹാസനത്തിന്റെ അവകാശി രാജകുമാരി ലിയോണോർ ആണെങ്കിലും സ്ഥാനാരോഹണത്തിന് സമയമായിട്ടില്ല. ഫെലിപ്പ് ആറാമൻ രാജാവ് പദവി ഒഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷമോ മാത്രമേ ലിയോണോർ രാജ്യഭരണം ഏറ്റെടുക്കുകയുള്ളൂ. ലിയോണോറിന്റെ അമ്മയും രാജ്ഞിയുമായ ലെറ്റിസിയ മുൻ പത്രപ്രവർത്തക കൂടിയാണ്. 2004 ലെറ്റിസിയെ ഫെലിപ്പ് വിവാഹം കഴിച്ചത്. 2007 ജനിച്ച ഇൻഫന്റ സോഫി എന്ന ഇളയ സഹോദരി കൂടി ലിയോണോറിനുണ്ട്. ജെൻസി തലമുറയിലുള്ളവർക്ക് വേണ്ടത്ര പൊതുബോധമില്ലെന്നും കാര്യപ്രാപ്തി കുറവാണെന്നുമൊക്കെയാണ് പൊതുവെ പലരും പറയുന്നത്. എന്നാൽ ഈയിടെ ലോകത്ത് നടന്ന പല പ്രതിഷേധങ്ങളിലും മുന്നിൽ നിന്നതും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്തതും ശബ്ദമുയർത്തിയതുമെല്ലാം ജെൻസിക്കാർ അടങ്ങുന്ന വിഭാഗം തന്നെയായിരുന്നു. സ്പെയിൻ രാജവംശത്തിന്റെ ചരിത്രത്തിൽ പുതുയുഗത്തിന്റെ പ്രതീകമാകാൻ ഒരുങ്ങുന്ന ജെൻസി രാജകുമാരിയായ ലിയോണർ ആഗോളവേദിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നറിയാനായി ലോകം കാത്തിരിക്കുകയാണ്.